ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാനൊരു ഹെൽത്തി ഷേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് റാഗിപ്പൊടി വെച്ചിട്ടാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് കുറച്ച് റാഗിപ്പൊടി അത് കപ്പിലിട്ടിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് കട്ടയില്ലാതെ നമുക്കൊന്ന് എടുക്കണം. അല്ലെങ്കിൽ കട്ട ഉണ്ടെങ്കിൽ ഇങ്ങനെ ശരിയാവില്ല നമുക്ക്. അപ്പോൾ നമ്മളെ കുഞ്ഞു പിള്ളേർക്ക് കുറുക്കൊക്കെ ഉണ്ടാക്കില്ലേ, അപ്പോൾ അതേപോലെ ആദ്യം നമുക്ക് ഉണ്ടാക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഇതേ കുറച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ കട്ടയില്ലാതെ നമുക്കൊന്ന് ഇളക്കി എടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും കാണണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണണേ. അപ്പോൾ ലൈക്ക് അടിക്കാൻ മറക്കില്ലേ കൂട്ടുകാരെ. അപ്പോൾ ഇതേ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചെറിയ ചൂടാകുമ്പോൾ തന്നെ നമുക്ക് ഇത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് നമുക്കങ്ങനെ കുറുക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഷേക്കാണിത്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിലാകുമ്പോൾ നമുക്ക് ഇറക്കി വെക്കാം. ചൂടാറി കിട്ടണം കേട്ടോ. അപ്പോൾ ഇത് ചൂടാറുമ്പോഴത്തേക്കും മുട്ടക്കറിയാണ് വെക്കുന്നത് നോമ്പുറത്ത്. അപ്പോൾ മുട്ടക്കറി വെക്കാമെന്ന്. അപ്പോൾ ഞാൻ കറി വെക്കുന്നത് ഞാൻ എടുത്തില്ല കേട്ടോ, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ തേങ്ങ അരച്ച പോലെ കിട്ടണമെങ്കിൽ നമുക്ക് മുട്ടൻ്റെ ഉള്ളിൽ ഇതേപോലെ പൊടിച്ചിട്ട് നല്ലോണം അങ്ങനെ ഉടച്ച് എടുത്തിട്ടുണ്ടെങ്കിൽ തേങ്ങ അരച്ച മുട്ടക്കറി പോലെ തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ പുട്ടിന് ഇങ്ങനെ വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മുട്ടക്കറി റെഡി ആയിട്ടാ. അപ്പോൾ ഷമാമും ഷെയ്ക്ക് അടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് വേറെ ഷെയ്ക്ക് ഇട്ടാ. ഷമാമും പാലും തേനും കൂടി ഇട്ടിട്ട് വേറൊരു ഷെയ്ക്കും കൂടി അടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും നമ്മൾ റാഗിപ്പൊടി ചൂടാറി കിട്ടുള്ളൂ. അപ്പോൾ അതേ ഷമാമ അരിഞ്ഞടിച്ച് കഴിഞ്ഞിട്ട് തേനിട്ടിട്ട് ഒന്നും കൂടി അടിച്ചിട്ട് പിന്നെ പാല് മിക്സ് ചെയ്ത് ഒരടി കൊണ്ട് അടിച്ച് നമ്മൾ ഷമാം ഷെയ്ക്ക് റെഡി ആയിട്ടാ. പിന്നെ ഇതിൽ ഐസ്ക്രീമോ കാഷ്യൂനട്ടോ ഒക്കെ ഇടാക്കി ചെയ്യാം. അപ്പോൾ ഞാൻ മറ്റേ ഷെയ്ക്കിൽ ഇടുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഇതിലിങ്ങനെ ചെയ്തോളൂ. നമ്മൾ ഷമാം ഷെയ്ക്ക് റെഡിയായി ജഗ്ഗിലേക്ക് ഒഴിച്ചോട്ടെ. എന്നിട്ട് പിന്നെ ഞാൻ നമ്മളെ ഹെൽത്തി ഷേക്കിനുള്ള ആപ്പിൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ആപ്പിളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കട്ടെ. അപ്പോൾ റാഗിപ്പൊടി ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ചധികം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മോനിക്ക് ഇത് കുറുക്ക് പോലെ വേണമെന്ന് പറഞ്ഞ് തേൻ വെച്ചിട്ട് അവനിക്ക് കുറുക്ക് പോലെ നോമ്പറന്നിട്ട് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അപ്പോൾ ഷെയ്ക്കിനുള്ളത് ഒരു 3-4 സ്പൂൺ എടുത്ത് പിന്നെ നമ്മളത് ആപ്പിൾ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഇട്ട് കൊടുക്കാം. അപ്പം മോനിപ്പുറത്തുനിന്ന് ഈന്തപ്പഴത്തിൻ്റെ കുരു കളഞ്ഞിട്ടിട്ട് തന്നെ കേട്ടോ. അപ്പോൾ അപ്പോഴൊക്കെ നമുക്ക് ഇപ്പോൾ ഇതിലേക്ക് ഇടാമല്ലോ. അപ്പോൾ എന്നെ സഹായിച്ച് തന്നെയാണ്. അപ്പോൾ കാഷ്യൂനട്ട് ഞാൻ കുറച്ച് കുതിർത്ത് വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ കുറച്ച് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് അരഞ്ഞ് കിട്ടുമല്ലോ. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളെ ഈന്തപ്പഴം ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അത് ഏത് ഷേക്കാണെങ്കിലും അങ്ങനെ അരച്ചെടുത്താലേ നന്നായിട്ട് അരഞ്ഞ് കിട്ടുള്ളൂ. ഈന്തപ്പഴം നമുക്ക് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കണമെങ്കിൽ അത് നന്നായിട്ട് അരഞ്ഞിട്ടിട്ട് അല്ലെങ്കിൽ കുറച്ച് പിടിക്കും. ഞാൻ ഇന്ന് വെള്ളത്തിലൊന്നും ഇട്ടൊന്നും വെച്ചില്ല കേട്ടോ. കുറച്ച് പാൽ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അപ്പം നോമ്പ് തുറക്കാൻ പറ്റിയ നല്ലൊരു ഷെയ്ക്കാണ് ഇത്. കുട്ടികൾക്കും അല്ലാതെയും കൊടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളത് ഷെയ്ക്ക് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് പാലും കൂടി നമുക്ക് ഒഴിച്ചിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കാം. അപ്പോൾ നമ്മളെ റാഗി ഷെയ്ക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ടേബിളിലൂടെ കൊണ്ടുവെക്കട്ടെ. അപ്പോൾ ഓരോന്നുണ്ടാക്കിയിട്ട് ടേബിളിന് അവിടെ കൊണ്ട് വെക്കൂട്ട നോമ്പ് തുറക്കാനായിട്ട്. അപ്പോൾ ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് കുറച്ച് ബദാം കട്ട് ചെയ്തും കൂടി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കൂട്ട. അപ്പോൾ ഇത് കുടിക്കുമ്പോൾ ആ ബദാമും ഇങ്ങനെ കടിക്കുമല്ലോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതേപോലെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ, ഹെൽത്തി ആണല്ലോ. അപ്പോൾ നോമ്പ് തുറയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ മുന്തിരി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് മുന്തിരി കഴിച്ചത്. അത് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അതേ പുട്ടും മുട്ടക്കറിയും കഴിച്ചിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഞാൻ ഉണ്ടാക്കിയ റാഗി വെച്ചിട്ടുള്ള ഹെൽത്തി ഷേക്ക് ഇഷ്ടമായി കൂട്ടുകാരെ. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എല്ലാവരും കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ. അപ്പോൾ ലൈക്ക് അടിക്കണേ, കമൻറ്റ് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ല വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.